ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്കു പിന്നാലെ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഫെഫ്കയിൽ പൊട്ടിത്തെറി. സംഘടനയിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. അന്തിമ വിധിയെന്ന നിലയിലാണ് സംഘടനകൾ വിഷയത്തെ കാണുന്നതെന്നും ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ല എന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. മറ്റൊരു സംഘടന ഫെഫ്ക, ഞാൻ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അംഗമായും വൈസ് പ്രസിഡൻ്റായും ജോയിൻറ്റ് സെക്രട്ടറിയായും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ്, അതിജീവിതമാരോടൊപ്പമല്ല എന്ന്. അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി. ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല. ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ്. വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ്, അതിൻ്റെ പ്രതിനിധികളാണ്, അതിൻ്റെ ഭരണകർത്താക്കളാണ്. എനിക്കെങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക? എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്കവിടെ ഇരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇത് ഫെഫ്കയിലെ നേതൃത്വത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവമുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഫെഫ്ക നേതൃത്വത്തിന്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഇത് ഒരു തുടക്കമാണോ? കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും എന്നതിന്റെ സൂചന തന്നെയാണോ, അല്ലെങ്കിൽ സൂചനയാണോ ഭാഗ്യലക്ഷ്മിയുടെ ഈ തുറന്നു പറച്ചിലും ഈ കടുത്ത വിമർശനവും? വിജുമാർ, അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ വിധി വന്നതിന് പിന്നാലെ ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ വിവിധ സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നും വേഗത്തിൽ തന്നെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതികരണവും നൽകിയിരുന്നു. മാത്രമല്ല, ഈ ഡയറക്ടേഴ്സ് യൂണിയനുമായി ചർച്ച ചെയ്ത് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ, അതായത് ദിലീപ് ഒരു അപേക്ഷ തരികയാണെങ്കിൽ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഈ വിധി വന്നതിന് പിന്നാലെ ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ പ്രതികരണം നടത്തിയത്. ഇതിലടക്കമുള്ള കടുത്ത പ്രതിഷേധം സിനിമാ സംഘടനകളുടെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. നേരത്തെ ഈ ഭാഗ്യലക്ഷ്മി വീഡിയോ സൂചിപ്പിച്ച പോലെ തന്നെ ഫെഫ്കയുടെ തുടക്കകാലം തൊട്ട് സഞ്ചരിച്ച ആളാണ്. മാത്രമല്ല വിവിധ പദവികൾ വഹിച്ചിരുന്നു. ഇപ്പോൾ ആ പദവികൾ വഹിച്ച ഭാഗ്യലക്ഷ്മിയാണ് ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചാണ്, വലിയ ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ ഒരു വീഡിയോ പുറത്തുവിട്ടാണ് ഈ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നടിയെ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ നടിക്കൊപ്പം ഉറച്ചുനിന്ന് വിവിധ ചാനലുകളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും ഈ ചർച്ചകളിലൊക്കെ തന്നെ നിലപാട് ശക്തമായി പറഞ്ഞ ആളാണ് ഭാഗ്യലക്ഷ്മി. എപ്പോഴും നടിക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം നിലകൊണ്ട ആളാണ് ഭാഗ്യലക്ഷ്മി. ആ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നടിക്ക് പിന്തുണ പറഞ്ഞുകൊണ്ട് ഈ സംഘടനയിൽ രാജിവെച്ചിരിക്കുകയാണ്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. മാത്രമല്ല, ദിലീപ് തിരിച്ചു വരികയാണെങ്കിൽ ആ സംഘടനയിൽ ദിലീപിനൊപ്പം ഇരിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാജി പ്രഖ്യാപിച്ച് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ രാജികളോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. ആ നിലയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ വിവിധ സംഘടനകൾക്ക് ഈ അസ്വാരസ്യങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ചും ദിലീപിനെ വേഗത്തിൽ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇത് ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കടുത്ത വിമർശനത്തിന്റെ ഭാഷ താങ്കളുടെ ആ പ്രസ്താവനയിൽ കാണുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ഫെഫ്ക നേതൃത്വം അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വമൊക്കെ ദിലീപിന് ഇനി ആ സംഘടനയുമായി സഹകരിക്കണമെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല, അത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന സൂചന അവരൊക്കെ നൽകിയിരുന്നു. അത്തരം സംഘടനകളോടുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടൽ, ഒരു പോരാട്ടം, അതാണോ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ശ്രീമതി ഭാഗ്യലക്ഷ്മി താങ്കൾ? അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ജനറൽ കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിനോട് ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നൊരു മറുപടിയാണ് സെക്രട്ടറിയിൽ നിന്നോ പ്രസിഡന്റിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അപ്പൊ സെക്രട്ടറി സ്വന്തമായിട്ട് അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കും എന്ന് പറയാൻ പാടില്ല. അത് ഏകാധിപത്യ തീരുമാനമാണ്. മാത്രമല്ല, ഞാൻ ആ സംഘടനയിൽ ഇരിക്കുമ്പോൾ ഒരു കേസ് തീർന്നിട്ടില്ല. കേസ് കീഴ്ക്കോടതി വിധി മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും നമ്മൾ അപ്പീൽ പോകുന്നുണ്ട്. ഹൈക്കോടതിയിൽ പോകണം, സുപ്രീം കോടതിയിൽ പോകണം. ഇവിടെ എല്ലാം പോയാൽ മാത്രമേ ഒടുവിൽ പൂർണ്ണമായിട്ടും ഇയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിനു മുൻപ് എങ്ങനെയാണ്, എന്തോ ആവേശം കൊണ്ട് നിൽക്കുകയായിരുന്നോ ഇയാളെ സ്വീകരിക്കാനായിട്ട്? ആ ഒരു സംഘടനയിൽ ഞാൻ അംഗമായി ഇരിക്കുമ്പോൾ വേട്ടക്കാരനും അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ഞാനും ഒരേ സംഘടനയിൽ അംഗമാകാൻ എനിക്ക് എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. അതാണ് ഞാൻ എന്റെ വീഡിയോയിൽ കൂടി പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി, ഇത് ഇപ്പോൾ ഫെഫ്കയിൽ മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കണ്ടു. താരസംഘടന ഇന്നലെ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിലും ഈ കാര്യമായി ഈ കോടതി ഉത്തരവിനെ പറ്റി പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്തരവിനെ ബഹുമാനിക്കുന്നു എന്നൊരു വരി മാത്രമാണ് അതിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതു വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ സംഘടനകളുടെ തുറന്നു പറച്ചിലും ഈ പ്രതികരണങ്ങളും രേഖാമൂലമുള്ള പ്രസ്താവനകളും ഒക്കെ വ്യക്തമാക്കുന്നത്, അല്ലേ? ഇത് അയാളുടെ പണവും അയാളുടെ സ്വാധീനവും അയാൾക്കുള്ള പ്രശസ്തിയും മാത്രമാണ് ഇവർ കണക്കിലെടുക്കുന്നത്. അല്ലാതെ പെൺകുട്ടിയുടെ വേദനയോ പെൺകുട്ടി അനുഭവിച്ചതോ ഇവർ ആരും മനസ്സിലാക്കുന്നില്ല. ഈ പ്രസ്താവനകൾ ഇറക്കിയവരെല്ലാം പെൺമക്കൾ ഉള്ളവരാണ്. അവർ മനസ്സിലാക്കുന്നില്ല ഒരു പെണ്ണിന്റെ വേദന എന്താണ്. ഇന്നലെ ആ കേസിന്റെ വിധി വരുമ്പോ അവൾ എന്തുമാത്രം വേദനിച്ചു എന്ന് ഇവർ ആരും ചിന്തിക്കുന്നില്ല. അയാളുടെ ആഘോഷത്തിനൊപ്പമാണ് ഇവർ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, ഈ ആയിരക്കണക്കിന് ആളുകൾ ഉള്ള ഒരു സംഘടനയുടെ നേതാക്കളെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒരു വ്യക്തിയാകാൻ, അതിലൊരു അംഗമാകാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. ഇതിൽ താങ്കളുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ വേറെയുമുണ്ടോ? അത്തരത്തിലൊരു കൂടിയാലോചന, ഒരു അനൗപചാരിക ചർച്ചകളൊക്കെ ഭാഗ്യലക്ഷ്മി സ്വന്തം നിലയ്ക്ക് നടത്തിയിട്ടുണ്ടോ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്? അതോ അല്ല, ഞാൻ എൻ്റെ തീരുമാനം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നോ? ഞാൻ ആരോടും ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഞാൻ സ്വയം എടുത്ത ഒരു തീരുമാനമാണ്. കാരണം ഇതിനു മുൻപും 2018 ഈ സംഭവം നടന്നപ്പോഴും ഞാൻ ഇത് പറഞ്ഞിരുന്നു. അന്ന് അയാളെ പുറത്താക്കി എന്ന് പറയുകയും അയാളെ വെച്ച് സിനിമ ചെയ്യാനും തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് രണ്ട് നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. അയാളെ വെച്ച് ഇപ്പൊ സിനിമ ചെയ്യരുത്. അഥവാ സിനിമ ചെയ്യുകയാണെങ്കിൽ താങ്കൾ ഈ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഇല്ല, എനിക്ക് സിനിമ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ ഫെഫ്ക അതിജീവിതയോടൊപ്പം എന്ന് വാർത്തകളിൽ ഇരുന്ന് പറയുകയും അതേസമയം വേട്ടക്കാരനെ വെച്ച് സിനിമ ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്റെ പ്രതിഷേധം വന്ന് രേഖപ്പെടുത്തി ഒരു കത്ത് കൊടുത്തതുമാണ്. പക്ഷെ അത് വീണ്ടും തുടരുമ്പോൾ പിന്നെയും എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ആരുടെയും പിന്തുണയും എനിക്ക് ആവശ്യമില്ല. ഇത് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഭാഗ്യലക്ഷ്മി, ഇതിലൊരു മറുവാദമുള്ളത്, ഇപ്പോൾ ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി. ഇനിയും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്തേണ്ടത് ഈ വിചാരണ കോടതി ജഡ്ജ്മെന്റിലാണ്. അത് മേൽക്കോടതികൾ ഒരു അപ്പീലിന്റെ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നത് വരെ, അതിൽ മറിച്ചൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ദിലീപ് ഇതിൽ കുറ്റവിമുക്തനാണ്. തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് വിചാരണ കോടതി. അങ്ങനെ ഒരാൾ ഈ സംഘടനകളിലേക്ക് എന്നെ തിരികെ എടുക്കണം എന്ന് ഒരു അപേക്ഷ ഒരു സംഘടനയ്ക്ക് മുന്നിൽ വെച്ചാൽ അത് സ്വാഭാവികമാണ്, ചർച്ച ചെയ്യണം. അത് വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ അത് നിരസിക്കാൻ സംഘടനാ നേതൃത്വത്തിന് കഴിയുമോ? ഞാൻ അതിന്റെ ഒരു മറുവാദം ചോദിക്കുകയാണ്. നിരസിക്കുകയല്ല, അത് ജനറൽ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വെക്കുകയാണ് അവർ വേണ്ടത്. കാരണം ഇവിടെ വിചാരണ കോടതി മാത്രമാണ് അയാളെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് രണ്ട് കോടതികൾ. ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഈ കോടതിയുടെ എല്ലാം വിധി കഴിഞ്ഞാൽ മാത്രമേ അയാൾ പൂർണ്ണമായി നിരപരാധി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് വരുന്നത് വരെ കാത്തിരിക്കാൻ എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ട്? അല്ല ഭാഗ്യലക്ഷ്മി, ഒരു കാര്യം കൂടി, ഇപ്പോഴും ദിലീപ് അത്തരമൊരു ആവശ്യം സംഘടനകൾക്ക് മുന്നിൽ വെച്ചിട്ടില്ല. ആവശ്യം വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ സംഘടനാ നേതൃത്വം അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അനുകൂലമായി തീരുമാനമെടുക്കുമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു അപേക്ഷ വരുന്ന ഘട്ടത്തിൽ അത് അനുവദിക്കരുത് എന്ന് പറയേണ്ട ചേരിയിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടാകേണ്ടതല്ലേ? ആ സംഘടനയ്ക്കകത്ത് അത്തരമൊരു ചർച്ച നടത്താൻ ഒരു ഭാഗ്യലക്ഷ്മി ഈ ഫെഫ്കയിൽ വേണ്ടേ? അത് അത്തരമൊരു അപേക്ഷ വരുമ്പോൾ അതിന് ഇങ്ങനൊരു സാധ്യതയുണ്ട്, ഇങ്ങനൊരു സാഹചര്യമുണ്ട് എന്ന് ആ സംഘടനാ തലത്തിൽ പറയാൻ ഭാഗ്യലക്ഷ്മിയെ സംഘടനയിൽ വേണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. ആ സംഘടനയുടെ അഭിപ്രായം പറയുന്ന ജനറൽ കൗൺസിലിൽ ഞാനില്ല, എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ സ്പേസ് ഇല്ല.
പിന്നെ ഞാൻ എവിടെയാണ് എന്റെ അഭിപ്രായം പറയേണ്ടത്? അല്ല, അപ്പൊ ഇപ്പോ എനിക്ക് സംഘടനയിൽ ഇങ്ങനെ തന്നെ സംഘടനയിൽ നിന്ന് തന്നെ താങ്കൾ ഇറങ്ങുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, എന്റെ പ്രതിഷേധം എനിക്ക് കാരണം ഇവർ കാലാകാലങ്ങളായി ഇപ്പൊ കുറച്ച് നാളുകളായി ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇവർ ഇന്നലെ അപേക്ഷ കിട്ടിയാൽ പരിഗണിക്കും ആ ഒരു വാക്കല്ലായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ പറയേണ്ടിയിരുന്നത്. ബി ഉണ്ണികൃഷ്ണൻ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അപേക്ഷ വരട്ടെ, ഞങ്ങൾ ജനറൽ കൗൺസിൽ കൂടി പരിശോധിച്ച് ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് പറയേണ്ടത്. അല്ലാതെ അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനാണ് എന്റെ വിഷയം. ശരി, വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഫെഫ്ക നേതൃത്വം അതിന് മറുപടി പറയട്ടെ. നടൻ ദിലീപ് അപേക്ഷ നൽകുമ്പോൾ സംഘടനാ നേതൃത്വം എന്ത് തീരുമാനമെടുക്കും, അത് ചർച്ച ചെയ്യണമെന്ന ഭാഗ്യലക്ഷ്മിയുടെ അഭിപ്രായമൊക്കെ ആ നിലയ്ക്കും ചർച്ചയാകട്ടെ. എന്തായാലും അതിൽ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഫെഫ്കയുടെ തലപ്പത്തുള്ള ചലച്ചിത്ര പ്രവർത്തകർ തന്നെ അതിനോട് പ്രതികരിക്കട്ടെ. നിതിൻ അംബുജനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് പോന്നു. 7 ജില്ലകൾ വിധി എഴുതുന്നു. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ഇതുവരെ 45% പേർ വോട്ട് രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പോളിംഗ് തുടക്കത്തിൽ തടസ്സപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വികസനം, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയങ്ങൾ ഉന്നയിച്ച് UDF-ഉം BJP നേതാക്കളും രംഗത്തെത്തി. സർക്കാരിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു LDF നേതാക്കളുടെ മറുപടി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കനുഭവപ്പെട്ടു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പം അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDF-ന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തുണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പാക്കുടയിൽ ഒരിടത്തും വോട്ടെടുപ്പ് മാറ്റി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. റിട്ടേണിംഗ് ഓഫീസർക്കും ബൂത്ത് ഓഫീസർക്കും LDF പരാതി നൽകി. 24 തിരുവനന്തപുരം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. MG പ്രതീഷാണ് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ C വിജയൻ കൊച്ചിയിൽ നിന്നും, അരുൺരാജ് കൊല്ലത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ ആദ്യം പ്രതീഷ്, ഏതാണ്ട് 50% കടക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലെ പോളിംഗ്. കനത്ത വോട്ടെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലയിടത്തും ഇപ്പോൾ എറണാകുളവും ആലപ്പുഴയും ഒക്കെ ഇതിനോടകം 50 പിന്നിട്ട് കഴിഞ്ഞു. ജനാധിപത്യ പ്രക്രിയയോട് വളരെ പ്രതീക്ഷാനിർഭരമായി 7 ജില്ലകളിലെ വോട്ടേഴ്സ് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് നല്ല കാഴ്ച, അല്ലേ? വിജയകുമാർ, തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ 7 ജില്ലകളിലും ഉള്ളത്. ഇപ്പോൾ 2 ജില്ലകൾ 50% അടുക്കുന്നു. എറണാകുളം ജില്ല 50% കടന്നിരിക്കുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയാണ് ഒരല്പമെങ്കിലും ഒരു കുറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ വളരെ മുന്നിലാണ് തിരുവനന്തപുരം ജില്ലയും ഉള്ളത്. ഈ ഏറ്റവും പുതുതായി പുറത്തുവന്ന കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ 43
53.92% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 47.7%, പത്തനംതിട്ട ജില്ലയിൽ 46.51% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലും 49.84%. അല്പസമയത്തിനകം 50%ത്തിലേക്ക് ആലപ്പുഴ ജില്ല കടക്കും. കോട്ടയത്ത് 47.78% പോളിംഗ്. ഇടുക്കി ജില്ലയിൽ 46.05%. എറണാകുളം ജില്ലയിൽ 50% കടന്നിരിക്കുന്നു. 50.13% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 മണിയോടുകൂടി തന്നെ ആകെ പോളിംഗ് 50% കടക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മിക്ക ബൂത്തുകളിലും വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഒരിടങ്ങളിലും ഈ വോട്ടർമാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആളുകളുടെ വലിയ നിര പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ പരമാവധി ആളുകൾ ഈ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യ മണിക്കൂറിൽ തന്നെ അത് പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു 43% ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു 50%ത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയും കടക്കുമെന്നതാണ് ഈ കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ നേതാക്കളും ഒപ്പം മുന്നണികളും സ്ഥാനാർത്ഥികളും വച്ചു പുലർത്തുന്നുണ്ട്. ഈ പോളിംഗ് ശതമാനം ഉയരുന്നതും അവർ കണക്ക് കൂട്ടുന്ന തരത്തിൽ കൂടുതൽ ഒരു ഗുണകരമായി മാറും എന്നതാണ് അവരും പ്രതീക്ഷിക്കപ്പെടുന്നത്. യെസ്, തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. പല ജില്ലകളും ഇതിനോടകം 50% കടന്നിട്ടുണ്ട്. ചിലത് 50ലേക്ക് കടക്കുന്നു. അതായത് 1 മണി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 45-നും 50-നും ഇടയിൽ ശരാശരി പോളിംഗ് 7 ജില്ലകളിലും നടന്നിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വരാം. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. വിപിൻ, എന്താണ് കൊച്ചി നഗരത്തിലും നഗരത്തിന് പുറത്തുമുള്ള കാഴ്ചകൾ? കൊച്ചി കോർപ്പറേഷൻ പരിധിയിലൊക്കെ മികച്ച പോളിംഗ് ആയിരുന്നു. ഏതാണ്ട് ഉച്ചവരെ രേഖപ്പെടുത്തിയ കണക്കുകൾ വ്യക്തമാക്കാം. ഏതാണ്ട് 50%-ഓളം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളത്താകെ. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ആവേശത്തോടെ തന്നെ എറണാകുളം ഈ വോട്ടെടുപ്പിനെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാഴ്ച. ഇന്ന് രാവിലെ മുതൽ തന്നെ ആ ഒരു ഒഴുക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു പൊന്നുരുണിയിലെ ഒരു പോളിംഗ് സ്റ്റേഷനാണ്. അവിടുത്തെ കാഴ്ചയാണ്. ഈ ഉച്ച സമയത്തും ഒരു നീണ്ട നിര എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് ഇപ്പോൾ വോട്ടർമാർ കാത്തു നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതിന്റെ കണക്കുകൾ പ്രകാരം നിൽക്കുന്നതും എറണാകുളമാണ്. ഇവിടെ 50% പിന്നിട്ടിരിക്കുന്നു. നഗരസഭകളിൽ കൂത്താട്ടുകുളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അവിടെ 55%ത്തിലേക്ക് വോട്ടിംഗ് ശതമാനം ഈ ഉച്ച സമയമായപ്പോഴേക്കും കിടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു 75 ആയിരുന്നു ഒരു പൊതു കണക്ക് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു പക്ഷേ അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തുണ്ടായിരുന്ന ഒരു ആവേശം അത് പരമാവധി ഇപ്രാവശ്യം ഈ ഒരു വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്നതിൽ ഈ മുന്നണികൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ കൂടി സൂചിപ്പിക്കുന്നത്. പിന്നീട് എടുത്തു പറയാനുള്ളത് ഈ പഞ്ചായത്തും നഗരസഭയിലും കഴിഞ്ഞ തവണത്തേക്ക് പോലെ ഒരു 75%-ന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം പോകുന്നു എന്നുണ്ടെങ്കിൽ പോലും കോർപ്പറേഷനിൽ താരതമ്യേന അത് കുറയുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ 2020 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ വെറും 62% മാത്രമായിരുന്നു ഈ കൊച്ചി കോർപ്പറേഷനിലെ കണക്കുള്ളത്. ഇപ്രാവശ്യവും ഇപ്പോൾ പൊതുവെ മറ്റ് നഗരസഭകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് 50%-ത്തിലേക്ക് എത്തുമ്പോഴും 42% മാത്രമാണ് ഇപ്പോഴും കൊച്ചി കോർപ്പറേഷനിൽ വോട്ട് ചെയ്തവരുടെ ഒരു കണക്കുള്ളത്. അത് ഇനി വരുന്ന മണിക്കൂറിൽ കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. രാവിലെ വലിയ പ്രശ്നമില്ലാതെ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചു എന്നുണ്ടെങ്കിലും ഒരു 9 മണിക്ക് ശേഷം ഏകദേശം ഒരു 15ഓളം സ്ഥലത്ത് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് അത് പരിഹരിക്കുകയും ഇപ്പോൾ വളരെ സമാധാനപരമായി വളരെ ആവേശത്തോടു കൂടി വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. വിജയകുമാർ. യെസ്, കൊച്ചിയിൽ എറണാകുളത്ത് ആകെ 50.21 1 മണി വരെയുള്ള കണക്ക്. അതിൽ കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അത് കുറച്ച് കുറവാണ്. 43% ആകുന്നതേ ഉള്ളൂ. പക്ഷേ വിപിൻ സി വിജയൻ ഇപ്പോൾ നിന്ന കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിലെ പൊന്നുരുന്നിയിൽ വോട്ടേഴ്സിന്റെ നീണ്ട നിര ഇപ്പോഴും ദൃശ്യമാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ തവണത്തെ 60-നൊക്കെ മുകളിൽ വോട്ടിംഗ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. ഇതുവരെയുള്ള കണക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു കോർപ്പറേഷൻ ഉൾപ്പെടുന്ന കൊല്ലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, കൊല്ലത്ത് എപ്പോഴും സാമാന്യം ഭേദപ്പെട്ട അല്ലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ കാഴ്ച തന്നെയാണ് എന്ന് തോന്നുന്നു. എന്താണ് കൊല്ലത്തെ പൊതുചിത്രം?
വിജയകുമാർ, കൊല്ലത്ത് 48% വോട്ടിംഗ് ശതമാനം മാറുന്നുണ്ട്. പക്ഷേ അത് ആ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വലിയ തോതിൽ 50-ലേക്കടക്കം മറികടക്കുകയാണ്. 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇപ്പോൾ 50%-ലധികം വോട്ട് രേഖപ്പെടുത്തിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുന്നത്. പക്ഷേ ഈ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അത് 38%-ആയി ചുരുങ്ങുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ കോർപ്പറേഷനിൽ വലിയ രീതിയിൽ, ഈ നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ജനം ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. പക്ഷേ ഗ്രാമങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. വലിയ തോതിൽ ജനം ഇപ്പോൾ ആ വോട്ടെടുപ്പിനോട് സഹകരിക്കുകയാണ്. പല വോട്ടിംഗ് സ്റ്റേഷനിലും വലിയ നീണ്ട നിര ഇപ്പോൾ തന്നെ പ്രകടമാണ്. പലയിടത്ത് പോലും ജനങ്ങൾ രാവിലെ തന്നെ എത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം അവർ മടങ്ങിയിരിക്കുകയാണ്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ 11 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 5 ഇപ്പോൾ 50% ആ വോട്ടിംഗ് ശതമാനം കടന്നിരിക്കുകയാണ്. ഈ നഗരസഭകളിലേക്ക് കടക്കുമ്പോഴും ആ 45% മുകളിലാണ് എല്ലാ നഗരസഭകളിലും ഇപ്പോൾ ആ പോളിംഗ് ശതമാനം ഉള്ളത്. അതായത് കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലായിടവും കനത്ത പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത് ഈ എല്ലാ മുന്നണികളും ഒരേപോലെ തന്നെ ആത്മവിശ്വാസവും അവകാശബോധവും ഇഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. പരമാവധി സമുദായരെ വോട്ടിംഗ് സ്റ്റേഷനിലേക്ക്, വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് ഇഘട്ടത്തിലുണ്ട്. എന്തായാലും രാവിലെ, അതായത് 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ കൊല്ലത്ത് വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ആ വോട്ടിംഗ് ശതമാനം മറികടക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ആവേശം, ജനങ്ങൾ ആ വോട്ടെടുപ്പിനോട് സഹകരിക്കുന്നു. വോട്ടിടാൻ വേണ്ടി വോട്ടിംഗ് പോയിന്റുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് 47.59 ടോട്ടൽ പോളിംഗ്. 1 മണി വരെയുള്ള കണക്കതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് 47.59. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആലപ്പുഴ 50 പിന്നിട്ടിട്ടുണ്ട്, എറണാകുളം 50 പിന്നിട്ടു. എറണാകുളത്ത് 50.35, ആലപ്പുഴയിൽ 50.05. മറ്റു ജില്ലകൾ നോക്കിയാൽ തിരുവനന്തപുരത്താണ് അല്പം കുറവ് എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് അത് 44-ൽ നിൽക്കുന്നതേ ഉള്ളൂ. കൊല്ലത്ത് അത് 48-ലേക്ക് എത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഏതാണ്ട് 47 അടുക്കുകയാണ്. ആലപ്പുഴ 50 കടന്നു. കോട്ടയം 48-ൽ നിൽക്കുകയാണ്. ഇടുക്കി 46.31, എറണാകുളം അത് 50.35. ഇടവേള കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, എന്താണ് പത്തനംതിട്ടയിലെ ഒരു പൊതുചിത്രം? അവിടെ ഏതാണ്ട് സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉച്ചവരെ രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വോട്ടർമാരുടെ നീണ്ട നിര ഈ നട്ടുച്ചയ്ക്കുമുണ്ടോ? വിജയകുമാർ, വളരെ നല്ല രീതിയിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. സാധാരണ നിലയിൽ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത തരത്തിലുള്ള വോട്ടർമാരുടെ ഒരു വലിയ പങ്കാളിത്തം രാവിലെ മുതൽ എല്ലാ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചവരെ ഏതാണ്ട് 1 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ 45% പോളിംഗ് അടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു മലയോര മേഖല തന്നെയാണ്. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലുമുള്ള പോളിംഗ് ബൂത്തിൽ രാവിലെ 7 മണി മുതൽ ഏതാണ്ട് ഒരു 12 മണി വരെ വോട്ടർമാരുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. 12 മണിക്ക് ശേഷമാണ് കുറേയെങ്കിലും ആളുകൾ പോളിംഗ് ബൂത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങിയത്. ഇനിയിപ്പോൾ ഏതാണ്ട് ഈ വെയിലൊക്കെ താഴുന്ന മുറക്കായിരിക്കും ആളുകൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വരിക. ഇനിയിപ്പോൾ ഏതാണ്ട് 1:30 മുതൽ ഒരു 3:30 വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയില്ല. ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലൊന്നും വലിയ നീണ്ട നിര നമുക്ക് കാണാനൊന്നും കഴിയുന്നില്ല. ആളുകളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ചയോ മയക്കമൊക്കെ മയങ്ങിയതിന് ശേഷം ഒരു 4 മണിയോടുകൂടി വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വരും. അങ്ങനെ വൈകിട്ട് 6 മണി വരെ ഒരു നീണ്ട നിര നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ വിവിധ മലയോര ഗ്രാമ നഗര മേഖലകളിലൊക്കെ ഉള്ള പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയും. അങ്ങേയറ്റം നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന മുനിസിപ്പാലിറ്റികളിലേക്കുള്ള നഗരസഭകളിലേക്കുള്ള ഒരു വോട്ടിങ്ങിന്റെ പാറ്റേൺ ആണ്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നഗരസഭകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ 4 നഗരസഭകളാണുള്ളത്. അതിലൊന്ന് പത്തനംതിട്ട, അടൂര്, തിരുവല്ല, പന്തളം. ഈ 4 നഗരസഭകളിൽ 2 CPM-ന്റെ ഭരണസമിതിയാണ് നിലവിലുള്ളത്. തിരുവല്ലയിലും പന്തളത്തും BJP-യും കോൺഗ്രസും ഭരിക്കുന്നു. അതിൽ പന്തളമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം. പന്തളത്ത് ഇതുവരെ ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം 50% മുകളിലേക്ക് പന്തളം മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് പോയിട്ടുണ്ട്. അത് അവിടെ ആര് ഭരിക്കും എന്നുള്ളതിന്റെ ദിശാസൂചികയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. കാരണം അവിടെ നിലവിൽ BJP ആണെങ്കിൽ പോലും BJP-യിൽ നിന്ന് ഭരണം തിരികെ പിടിക്കുമെന്ന് CPM-ഉം UDF-ഉം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 45% മുകളിലേക്ക് 50-ലേക്ക് അടുക്കുന്ന ഈ ഒരു പോളിംഗ് ശതമാനം ആർക്ക് ഭരണത്തിലേക്ക് എത്താനുള്ള ദിശാസൂചികയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പത്തനംതിട്ട എന്തായാലും അങ്ങേയറ്റം നല്ല രീതിയിൽ ഈ ജനവിധിയിൽ അവിടെ ഏതാണ്ട് 46.68 47%
കടക്കുകയാണ് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ. നമ്മൾ മറ്റു ജില്ലകളിലേക്ക് വരും. അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കൂടിയുണ്ട്, അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പ്രമുഖ നേതാക്കൾ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരം ജവഹർ നഗറിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ വോട്ട് ചെയ്തു. തിരുവനന്തപുരം ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിലായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് വോട്ട്. ഗവർണർ കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തി. I wish all the voters should come, not only here, throughout our state, and they should have their democratic right exercised in a very nice way. That is a part of and beauty of our democracy. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടുംബസമേതമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി വോട്ട് ചെയ്യാനെത്തിയത്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം. ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി തിരുവനന്തപുരം സംസ്കൃത കോളേജിലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വട്ടിയൂർക്കാവ് സെന്റ് ജോൺസ് UP സ്കൂളിലും വോട്ട് ചെയ്തു. വിവിധ മന്ത്രിമാരും വോട്ട് രേഖപ്പെടുത്തി. പരുക്കേറ്റ് വിശ്രമത്തിലായിരുന്ന മുതിർന്ന CPIM നേതാവ് G സുധാകരൻ ആലപ്പുഴ പുന്നപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലായിടത്തും ത്രികോണ മത്സരം തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടി വാർഷിക ത്രികോണ മത്സരം നടക്കുന്നു. ത്രികോണ മത്സരം നടക്കുന്നതും LDFന് അനുകൂലമായിട്ട് വരും. പറവൂർ നഗരസഭയിലെ കേസരി കോളേജിലെ ബൂത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന് വോട്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഡോക്ടർ ശശി തരൂർ MPക്ക് വോട്ട്. മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളയാവണത്. പാതസ്ഥിതിനെ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷന് മാലിന്യം എല്ലാവരുടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. ആലപ്പുഴ മണ്ണാറശാല ഗവൺമെന്റ് UP സ്കൂളിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്തു. പത്തനംതിട്ട അടൂരിലായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന് വോട്ട്. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ, മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ തിരുവനന്തപുരം ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തു. ജോസ് കെ മാണി MP പാല അൽഫോൺസ കോളേജിലും PJ ജോസഫ് തൊടുപുഴ പുറപ്പുഴയിലും NK പ്രേമചന്ദ്രൻ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലും വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, ആലപ്പുഴയിലെ ജനങ്ങൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണല്ലോ വോട്ട് രേഖപ്പെടുത്തുന്നത്. 50% കഴിഞ്ഞു 1 മണി ആയപ്പോഴേക്കും. അപ്പോൾ അവിടെ കനത്ത പോളിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 1 മണി സമയത്ത് തന്നെ 50% കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷവും ഇതേ ആവേശം നിലനിർത്താൻ കഴിയുമോ ആലപ്പുഴയ്ക്ക്? അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴയിൽ വലിയ പോളിംഗ് ആണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് EDLP സ്കൂളിലാണ്. അത് ചുങ്കത്താണ്. ചുങ്കത്ത് ഈ സ്കൂൾ കണ്ടാൽ നമുക്കറിയാം എത്രത്തോളം ജനത്തിരക്കുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന സമയമാണ്. ആ സമയത്ത് പോലും ബൂത്തുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ വരി, വോട്ടർമാരുടെ വലിയ നിര ആലപ്പുഴയിലെ എല്ലാ ബൂത്തുകളിലും ഉണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ രാവിലെ മുതൽ പല ബൂത്തുകളിലായി സഞ്ചരിക്കുന്നു. അവിടെ എല്ലാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സ്ത്രീകളും പ്രായമായവരും അടക്കം വലിയ വോട്ടർമാരുടെ നിര നമുക്ക് കാണാനാവുന്നുണ്ട്. ചില ബൂത്തുകളിൽ മാത്രമാണ് ആളുകൾ വളരെ കുറവുള്ളത്. അതിനപ്പുറത്തേക്ക് എല്ലായിടത്തും ഇതേ കാഴ്ചയാണ്. എന്നിട്ട് ആലപ്പുഴയിൽ പലയിടത്തും വലിയ പോളിംഗ് ആണ്. സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ ഏറ്റവും കൂടിയ പോളിംഗ് ആണ് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് ആലപ്പുഴക്കാർ. എല്ലാം നല്ല രീതിയിൽ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. വോട്ട് നല്ല ശതമാനം നടന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. കഴിഞ്ഞ തവണയും ഇതേപോലെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് തിരക്ക് നല്ല തിരക്കായിരുന്നു. ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം 77.3% ഒരു ദിവസത്തെ പോളിംഗ് അവസാനിച്ചപ്പോൾ അന്ന് രേഖപ്പെടുത്തത്. അതിനോട് ഏകദേശം അടുത്ത് തന്നെ ഈ ഉച്ച സമയത്ത് തന്നെ എത്തി എന്നുള്ളതാണ് ആലപ്പുഴയിൽ ആകെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന. വിജയകുമാർ, എന്തായാലും VIP വോട്ടുകൾ പുരോഗമിക്കുകയാണ്. 2 മണിയോടുകൂടി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്തും. അതിനു മുന്നേ ഉള്ള ഏകദേശം ഭൂരിഭാഗം VIP വോട്ടുകളും പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരത്തേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 77.3-നേക്കാൾ മുകളിലേക്ക് ആകെ പോളിംഗ് ശതമാനം ആലപ്പുഴയിൽ കടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നത് കാണേണ്ടത്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഒരുപക്ഷെ 80%-ലേറെ ആളുകൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയാലും അതിൽ അത്ഭുതമില്ല. ഉച്ചയായപ്പോഴേക്കും ഏതാണ്ട് 50% കടന്നിട്ടുണ്ട്. ഇനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. കോട്ടയത്ത് നിന്ന് ടോബി, കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന മറ്റൊരു ജില്ലയാണ് മധ്യ കേരളത്തിലെ
കോട്ടയം, അവിടെ കേരള കോൺഗ്രസുകളുടെ പോരാട്ടം, ഏതാണ് വലിയ കേരള കോൺഗ്രസ്, ഏതാണ് കരുത്തുള്ള കേരള കോൺഗ്രസ് എന്നൊക്കെ തെളിയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സുവർണാവസരം കൂടിയാണ് രണ്ട് പാർട്ടികൾക്കും ഇപ്പോൾ. അല്ലെങ്കിൽ പി ജെ ജോസഫിനും ജോസ് കെ മാണിക്കുമൊക്കെ അതിനുള്ള അവസരം കിട്ടുകയാണ്. അത് ആ ആവേശം വോട്ടർമാർ ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് കോട്ടയത്തെ ഗ്രാമ നഗര പോളിംഗ് ബൂത്തുകളിലെ കാഴ്ചകൾ? വിജയകുമാർ, തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും നല്ല തിരക്കുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 48% ഈ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്, 50% എത്തുന്നു എന്നുള്ള വിവരം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് നല്ല പോളിംഗ് ഉണ്ട്. നഗരസഭ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യുന്നത് ഈരാറ്റുപേട്ട നഗരസഭയിലാണെന്നാണ് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ വൈക്കത്തും ശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ട്. 50% മുകളിലേക്ക് ഇവിടേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടൂരാണ്. നീണ്ടൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ പ്രവർത്തകരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ, വോട്ട് ചെയ്യാൻ വന്നവർ അവരെല്ലാം ഉണ്ട്. വോട്ട് ചെയ്തോ? ചെയ്തു. ഇപ്പൊ തിരക്കുണ്ടോ? ഇപ്പൊ നല്ല തിരക്കാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് നല്ല തിരക്കുറവാണ്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ് നീണ്ടൂർ പഞ്ചായത്തിൽ 6ാം വാർഡ്. അപ്പോൾ നല്ല തിരക്കുണ്ടോ? ഇപ്പൊ തിരക്കില്ല. വിജയകുമാർ, ഇത്തിരി തിരക്ക് ഇപ്പോൾ ഇല്ല, എന്നാലും നല്ല തിരക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും രാവിലെയൊക്കെ നമ്മൾ കണ്ട കാഴ്ച, ഈ സ്ത്രീ ജനങ്ങളൊക്കെ, ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത് സ്ത്രീകളാണ്. അതായത് 8 ലക്ഷത്തോളം പേർ സ്ത്രീ വോട്ടർമാരാണ്. പുരുഷ വോട്ടർമാർ 7 ലക്ഷത്തോളം പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ രാവിലെ എത്തി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പല സ്ഥലങ്ങളിലും തിരക്കുണ്ടായിരുന്നു. പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഒരല്പം വോട്ടിംഗ് ശതമാനം കുറവുണ്ടെങ്കിലും ഈ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിൽ നഗരസഭകളിലൊക്കെ നല്ല പോളിംഗ് ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം അത് തന്നെയാണ് കോട്ടയം ജില്ലയെ ശ്രദ്ധേയമാക്കുന്നത്. അത് മിക്ക മേഖലകളിലും നമുക്ക് ആ പോരാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരല്പം വൈകിയെങ്കിലും, അതായത് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഒരല്പം സമയമെടുത്തെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച വലിയ പ്രചരണം തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നടന്നത്. അതിന്റെ ഒരു ബാക്കിപത്രം എന്ന നിലയ്ക്ക് ബൂത്തുകളിലേക്കും ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. 2020 73% പോളിംഗ് പെർസെൻറ്റേജ് കോട്ടയത്ത്. അത് അന്ന് കോവിഡിന്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ 2015 നോക്കുകയാണെങ്കിൽ 78% പോളിംഗ് വന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു 75% മുകളിലേക്ക് എത്തും ഈ പോളിംഗ് ശതമാനം എന്നുള്ളൊരു വിലയിരുത്തൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അവരുടെ അണികളെല്ലാം ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ ശരി ടോബി, അതാണ് ഒരു 75% മുകളിൽ കോട്ടയത്തും പോളിംഗ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം. അത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് നടക്കുന്നു. അതിൽ തന്നെ ആലപ്പുഴയും ഇടുക്കിയും ഒക്കെ ആലപ്പുഴയും എറണാകുളവും ഒക്കെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. 75-80 ഒക്കെ എത്തും ഈ 7 ജില്ലകളിലും ശരാശരി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടൻ മമ്മൂട്ടിക്ക് ഇക്കുറിയും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതാണ് കാരണം. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ കോടതി കുറ്റവിമുക്തനാക്കിയ നടൻ ദിലീപ് ആലുവയിൽ വോട്ട് രേഖപ്പെടുത്തി. ഉച്ചയോടെയാണ് ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ ബൂത്തിൽ നടൻ ദിലീപ് വോട്ട് ചെയ്യാനെത്തിയത്. തിരക്കുകൾ മാറ്റിവെച്ച് വോട്ട് ചെയ്യാനെത്താറുള്ള മമ്മൂട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. താമസം മാറിയതിനാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നിയമസഭയിലും ലോക്സഭയിലും മമ്മൂട്ടി വോട്ട് ചെയ്തിരുന്നു. തൊടുപുഴ നഗരസഭയിലെ കുമ്മൻകലിലായിരുന്നു ആസിഫ് അലിക്കോട്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സുഹൃത്തുക്കളെന്ന നടൻ. അതെ, ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ്. എൻ്റെ കൂടെ കളിച്ചു വളർന്നവരാണ് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളും എല്ലാവരും വളർന്നെന്നും മെച്ചോർഡായെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത്. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും തിരുവനന്തപുരം ജവഹർ നഗറിൽ വോട്ട് ചെയ്തു. എറണാകുളം പടമുകളിലായിരുന്നു നടനും സംവിധായകനുമായ ലാൽ നോട്ട്. നടനും തിരക്കഥകൃത്തുമായ രഞ്ജി പണിക്കർ കൊച്ചി കടവന്ത്ര സെന്റ് ജോസഫ് സ്കൂളിൽ വോട്ട് ചെയ്തു. പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ്. കാരണം അധിക നേരം ക്യൂവിൽ നിൽക്കാതെ അധികം വെയിൽ കൊള്ളാതെ വോട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. നടനും MLA-യുമായ M. മുകേഷ് കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് SNDP സ്കൂളിൽ വോട്ട് ചെയ്തു. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചും UDF കൺവീനർ അടൂർ പ്രകാശ്.
വോട്ടെടുപ്പ് ദിനത്തിലെ പരാമർശം കോൺഗ്രസിനെ വെട്ടിലാക്കിയതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിഞ്ഞു. എന്നാൽ UDF കൺവീനറുടെ പ്രതികരണം LDF ആയുധമാക്കി. അടൂർ പ്രകാശ് പറഞ്ഞത് UDFന്റെ രാഷ്ട്രീയമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. വോട്ട് ചെയ്ത ശേഷം രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MP നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ ശേഷവും മുന്നണി കൺവീനറിൽ നിന്നുണ്ടായ ദിലീപ് അനുകൂല പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം രാഷ്ട്രീയ വിവാദമായി മാറി. പ്രതികരണം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പൊടുന്നനെ തന്നെ അടൂർ പ്രകാശിനെ തള്ളി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുണ്ട്. ആ ചാർജ് ഷീറ്റിലെ ഗൂഢാലോചനാ ഭാഗം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് പരാജയം ഉണ്ടായി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, ഞങ്ങൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും കിട്ടിയ രാഷ്ട്രീയ അവസരം ഉപയോഗപ്പെടുത്തുക ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി മുതലുള്ള ഇടതു നേതാക്കൾ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങി മലക്കം മറിഞ്ഞു. ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും, നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും. ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, അത് തന്നെ പറഞ്ഞു. അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അടൂർ പ്രകാശിനെ പരസ്യമായി തിരുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ദിലീപ് നിയമ നടപടിക്ക് വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന വാദം ദിലീപിന്റെ തോന്നലാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം അതിജീവിതയെ പിന്തുണച്ച് നടൻ ആസിഫ് അലി രംഗത്ത്. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. ഇന്നലെ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദിലീപിന്റെ തീരുമാനം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം ഗൂഢാലോചന എന്ന ദിലീപിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. അത് പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. വിധി പരിശോധിച്ച് അപ്പീൽ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേസിൽ പ്രതികരണവുമായി സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേർ രംഗത്തെത്തി. ഏത് സമയവും അതിജീവിതയ്ക്കൊപ്പമെന്ന് നടൻ ആസിഫ് അലി. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല, എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പറയാൻ തയ്യാറെന്ന് ലാൽ. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വശത്തുനിന്ന് കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമാ സംഘടനകളിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുന്നതിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സംഘടന തീരുമാനമെടുക്കട്ടെ എന്ന് MLAയും നടനുമായ M. മുകേഷ് പറഞ്ഞു. കുറ്റം ചെയ്യാത്തവരെ സിനിമാ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് രഞ്ജി പണിക്കരുടെ പ്രതികരണം. 24 കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കുമെന്ന പ്രീപോൾ സർവേ ഫലം പ്രചരിപ്പിച്ച് വിവാദത്തിലായി ശാസ്തമംഗലത്തെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖ.
വോട്ടെടുപ്പ് പൂർത്തിയാകും മുൻപ് സ്ഥാനാർത്ഥി പോൾ സർവേ ഫലം പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന ചട്ടമാണ് ലംഘിച്ചത്. സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംഭവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. സംഭവം ഗൗരവതരമെന്നും പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആർ ശ്രീലേഖ പിൻവലിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭാര്യ വസുമതി, മകൻ വി അരുൺകുമാർ എന്നിവർ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ഗവൺമെന്റ് ബഡ്സ് സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്തത്. അച്ഛനില്ലാത്ത തെരഞ്ഞെടുപ്പ് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മകൻ വി അരുൺകുമാർ പ്രതികരിച്ചു. അച്ഛനില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇലക്ഷനുകൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അച്ഛനാണ് എല്ലാ ഇലക്ഷനും പ്രധാനപ്പെട്ട കമ്പൈനറായിട്ട് നിന്നിരുന്ന ആളാണ്. അദ്ദേഹം ഇല്ലാത്തതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടും നീറ്റില്ലാണ്. ഇലക്ഷനിൽ എപ്പോഴും ആ ഒരു ട്രെൻഡുകളെന്നും ഉണ്ടല്ലോ, അത് നന്നായി മുന്നോട്ട് പോകുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബം കോട്ടയം പുതുപ്പള്ളി ഇരവിനല്ലൂരിൽ വോട്ട് രേഖപ്പെടുത്തി. ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ഇവർക്ക് വോട്ട്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ, മക്കളായ ചാണ്ടി ഉമ്മൻ MLA, മറിയം, അച്ചു എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. യാതൊരു സംശയവും വേണ്ട, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സർക്കാരിനെതിരെയുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തിരിക്കുകയാണ്. വലിയ ഒരു ജനകീയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇടുക്കിയിലെ ഒരു പൊതുചിത്രം? അവിടെ നമ്മൾ നേരത്തെ കോട്ടയം ഉൾപ്പെടെ അല്ലെങ്കിൽ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ആലപ്പുഴയൊക്കെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഇടുക്കിയിലും സമാനമായ കാഴ്ച. എനിക്ക് തോന്നുന്നു അവിടെയും ഏതാണ്ട് 50% അടുത്തിട്ടുണ്ട് പോളിംഗ് ഉച്ചവരെ, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. 50% അടുത്തിട്ടുണ്ട് നിലവിൽ ഇടുക്കിയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. താരതമ്യേന ഭേദപ്പെട്ട ഒരു ശതമാനം തന്നെയാണ്. കാരണം ഈ ഉച്ചവരെയുള്ള സമയങ്ങളിൽ ഇടുക്കിയിൽ സാധാരണ ഈ കണക്കിലേക്കൊന്നും പോളിംഗ് എത്താത്തതാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് പൊതുവെ അവധി ആയതുകൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ രാവിലെ തന്നെ വോട്ട് വന്ന് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്താനുണ്ട്. അതായത് പോളിംഗ് ശതമാനം എങ്ങനെ പോയാലും ഒരു 70-ന് മുകളിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ട്, അവർ ജോലിക്ക് പോയിരിക്കുകയാണ്. പുലർച്ചെ വെളുപ്പിനെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയാണ്. അവർ വൈകിട്ട് 4 മണിക്ക് ശേഷം എത്തി വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ ആണെങ്കിൽ അവരും വൈകിട്ടോടുകൂടി വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് 70% മുകളിലേക്ക് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ പോളിംഗ് ശതമാനം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കട്ടപ്പന നഗരസഭയിലും 50%-ഓളം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിൽ 51% കഴിഞ്ഞിട്ടുണ്ട്. ദേവികുളത്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. 47.92% വോട്ട് അവിടെ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ എല്ലാവരും ഒരു മടിയും കൂടാതെ എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വാശിയേറിയ ഒരു പ്രചരണം നടന്നൊരു കാലയളവ് കൂടിയാണ് കഴിഞ്ഞുപോയത്. അതായത് LDF-ഉം UDF-ഉം NDA-യും ഒരേപോലെ തന്നെ ഭൂപ്രശ്നങ്ങൾ വലിയ വിഷയമാക്കി, വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നതാണ് എന്തായാലും രാഹുൽ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിലെ സുന്ദരമായ കാഴ്ചയാണ്. എല്ലാ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും ഈ നട്ടുച്ചയ്ക്കും വലിയ തിരക്കുണ്ട്. ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വോട്ടർമാരെത്തുന്നു. ഓരോ പ്രദേശത്തിന്റെയും പ്രാദേശിക സ്വഭാവം അനുസരിച്ച് രാവിലെയും വൈകിട്ടുമായിരിക്കും ബൂത്തുകളിൽ ആളുകൾ എത്തുക. അപ്പോൾ ഇടുക്കിയിൽ ഒരുപക്ഷെ പോളിംഗ് അല്പസമയം കഴിയുമ്പോൾ കുറെ കൂടി ഊർജിതമാകാൻ സാധ്യത. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിവസത്തെ പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ. നമ്മളുടെ പ്രതിനിധികൾ തൃശൂർ മുതൽ കാസർഗോഡ് വരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരും. അത് ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ആഘോഷത്തോടെ ഈ സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും ഒക്കെ പ്രവർത്തകരും ഒക്കെ തയ്യാറെടുക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥില, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലൊക്കെ വലിയ കടുത്ത പ്രചാരണമാണ് ഈ ദിവസങ്ങളിൽ നടന്നത്. കലാശക്കൊട്ടിന്റെ കാഴ്ചകൾ എവിടെ നിന്നാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്? എന്താണ് അവിടുത്തെ വിവരങ്ങൾ?
വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം, ശക്തമായ മത്സരം നടക്കുന്നുണ്ട് ഇത്തവണ. അതുകൊണ്ട് തന്നെ പ്രചാരണം അതിശക്തമായിട്ടായിരുന്നു മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാനിപ്പോൾ ഉള്ളത് പാളയത്താണ്. പാളയം കേന്ദ്രീകരിച്ചാണ് 3 മുന്നണികളും പ്രചാരണത്തിനായി എത്തുക. 3 മണിയോടെ തന്നെ പ്രവർത്തകരും നേതാക്കന്മാരും ഇങ്ങോട്ട് എത്തും. പാളയത്ത് 3 ഇടങ്ങളായി LDF, UDF, BJP അങ്ങനെ 3 ഇടങ്ങളിലായിട്ടാണ് സ്ഥലം നൽകിയിട്ടുള്ളത്. പോലീസ് സുരക്ഷയും ഉണ്ടാകും. സാധാരണ നമുക്കറിയാം കൊട്ടിക്കലാശത്തിൻ്റെ സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം സംഭവങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി വലിയ പോലീസ് സുരക്ഷയും ഇങ്ങോട്ട് ഒരുക്കും. ഞാനിപ്പോൾ ഉള്ളത് പാളയത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാളയം കേന്ദ്രീകരിച്ചാണ് പ്രധാനപ്പെട്ട ഒരു കൊട്ടിക്കലാശം നടക്കുന്ന ഇടം. മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാദേശികമായി തന്നെ വാർഡ് തലത്തിൽ എല്ലാം തന്നെ കൊട്ടിക്കലാശമുണ്ട്. മറ്റൊന്ന് മീഞ്ചന്തയിലാണ്. കോർപ്പറേഷൻ്റെ LDFൻ്റെ പ്രധാനപ്പെട്ട ഒരു കൊട്ടിക്കലാശം നടക്കാൻ പോകുന്ന ഇടം എന്നത് മീഞ്ചന്തയാണ്. മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്, മുസാഫിർ അഹമ്മദ് മത്സരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചാണ് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം നടക്കുക. എന്തായാലും 3 മണിയോടെ തന്നെ പ്രവർത്തകരെല്ലാവരും തന്നെ പാളയത്തേക്ക് എത്തും. 3 ഇടങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനം നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ചായിരിക്കും കൊട്ടിക്കലാശം നടക്കുക. വിജയകുമാർ. യെസ്, മിഥിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. സൂരജ് സജി ഉണ്ട് അവിടെ നിന്ന്. സൂരജ്, വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ തൃശ്ശൂർ, അവിടെ വലിയ പ്രചാരണ കോലാഹലങ്ങളായിരുന്നു, വിവാദങ്ങളൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടത്. ഇന്നത്തെ കാഴ്ചകൾ എന്താണ്? നേതാക്കളൊക്കെ കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്തെത്തുന്നുണ്ടോ? വിജയകുമാർ, ഈ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും സസ്പെൻസ് നിലനിർത്തുകയാണ് തൃശൂർ കോർപ്പറേഷനിലേക്ക് വന്നാൽ വിവാദങ്ങളടക്കം നിരവധി വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളത് മാത്രമല്ല, അവസാന ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുകയും സ്ഥാനാർത്ഥികളെ മാറ്റുകയും ചെയ്ത കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ വിമത ഭീഷണി നേരിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സീറ്റിന്റെ ബലത്തിൽ, അതായത് വിമതനായി മത്സരിച്ച MK വർഗീസ് എന്ന പഴയ കോൺഗ്രസുകാരനെ പാളയത്തിലെത്തിച്ച് ഭരണം പിടിച്ച കാഴ്ച നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണികളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആരായിരിക്കുമെന്നത് പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് തൃശ്ശൂരിലെ പ്രചാരണം മാറുകയും ചെയ്തു. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴും ശക്തമായ മത്സരം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ പ്രാദേശിക തലങ്ങളിലാണെങ്കിൽ പോലും വാശിയേറിയ മത്സരം അത് നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തണമെങ്കിൽ തൃശ്ശൂരിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടുക എന്നത് കോൺഗ്രസിന് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. BJPയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഒരു അക്കൗണ്ട് തുറന്ന ഇടമാണ്. BJPയും അതുകൊണ്ട് വലിയ പ്രതീക്ഷ വെക്കുന്നു. ഇടതുപക്ഷമാകട്ടെ തങ്ങളുടെ പാരമ്പര്യം നിലനിർത്തി തന്നെ അല്പസമയത്തിനകം ഈ പറയുന്ന തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള മുന്നണികളുടെ ആഘോഷ കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലായിടത്തും കാത്തു നിൽക്കുകയാണ്. സുരേഷ് സജിയാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ നൽകിയത്. MBBS അഡ്മിഷൻ വാരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി 24 സ്റ്റഡി എബ്രോഡ്. എറണാകുളം പാലാരിവട്ടത്തുള്ള 24 സ്റ്റഡി എബ്രോഡിന്റെ ഓഫീസിലും കോഴിക്കോട് മിനി ബൈപ്പാസ് റോഡിലുള്ള ഓഫീസിലും നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്തി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാം. ജനുവരിയിൽ ഉസ്ബെക്കിസ്ഥാനിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് MBBSന് അഡ്മിഷൻ നേടാം. +2 മിനിമം 60% മാർക്ക് വേണം. MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അക്കാദമിക് രേഖകളും പാസ്പോർട്ടിന്റെ പകർപ്പും സഹിതം 24 സ്റ്റഡി എബ്രോഡിന്റെ പാലാരിവട്ടം ഓഫീസിലോ കോഴിക്കോട് ഓഫീസിലോ ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 9001900156 811 991721 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.